ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ മോൺട്രിയലെത്തി. ടിൻഡോ എൻ്റെ അടുത്ത് ടൈം ലാപ്സ് എടുക്കണമെന്ന് സജസ്റ്റ് ചെയ്തില്ലായിരുന്നു. ഇനി അങ്ങോട്ട് കുറച്ച് ടൈം ലാപ്സ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ. ആൻഡ് ഇതാണ് മോൺട്രിയൽ സിറ്റി. നമ്മൾക്ക് ആദ്യം കിട്ടിയ എയർബിഎൻബി, നമ്മൾ ഓൾറെഡി മോൺട്രിയലിൽ താമസിക്കുമ്പം ഒരു എയർബിഎൻബി ബുക്ക് ചെയ്തായിരുന്നു. എന്തോ പറ്റി അത് ക്യാൻസലായി. നമ്മളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് അല്ല, അവരുടെയാണ്. സോ നമ്മൾ എയർബിഎൻബിനെ വിളിച്ചു. ലിബിനാണെല്ലാം ഡീൽ ചെയ്തേ. ആൻഡ് അന്നേരം അവർ പറഞ്ഞു നമ്മൾക്ക് ലിമിറ്റഡ് ടൈമല്ലേ ഉള്ളൂ, എന്തായാലും നമ്മൾ എത്താറായി. അപ്പോൾ അവർ നമ്മൾക്കൊരു എയർബിഎൻബി സെറ്റ് ചെയ്തു, വേറെ ഒരെണ്ണം. ആൻഡ് ബാക്കി വരുന്ന പൈസ അവരിടും അങ്ങനെ. അപ്പോൾ അത് അവിടെ എത്തി. പക്ഷെ കാണുമ്പോൾ ഒന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ അത് പിന്നെ നമ്മൾ നോക്കിയപ്പം ഒട്ടും നീറ്റല്ലായിരുന്നു. ആൻഡ് കുറേ ഡോറിൻ്റെ ലോക്കൊന്നും വലിയ ലോക്കൊന്നുമില്ല. ആൻഡ് അവിടെ വോളിലൊക്കെ എന്തോ ഹോള് അങ്ങനെ എന്തൊക്കെയോ കുറേ ബാത്റൂമിൽ ലോക്കില്ല. നമ്മളിപ്പോൾ 8 പേരില്ല, അപ്പം ആൻഡ് 1 ബാത്റൂമേ ഉള്ളൂ അങ്ങനെ. അപ്പോൾ നമുക്കത് ഇഷ്ടമായില്ല. ആൻഡ് വീണ്ടും നമ്മളെന്തായാലും നെഗോഷിയേറ്റ് ചെയ്യണമല്ലോ, ലൈക്ക് നമ്മളാണ് കസ്റ്റമർ. സോ നമ്മൾ പിന്നെയും ലിബിൻ കുറേ സംസാരിച്ചു. ആൻഡ് നമുക്ക് പുതിയൊരു എയർബിഎൻബി സെറ്റ് ചെയ്തു. അത് കുറച്ച് ഹൈ കോസ്റ്റ് ആണ്, എന്തായാലും അവരല്ലേ ബാക്കി റിമൈനിങ് കോസ്റ്റ് ഇടുന്നത്. സോ നമ്മൾ ഒന്നും നോക്കില്ല, നമ്മൾക്ക് പുതിയത് വേണമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം അവിടുന്ന് അപ്പം തന്നെ നമ്മൾ വേറെ ഒരു മണിക്കൂറിനാണ് നമ്മൾ വേറൊരു പുതിയ എയർബിഎൻബിയിലേക്ക് പോയി. ദാറ്റ്സ് എ ഗുഡ് വൺ. ആൻഡ് അതും സിറ്റിയുടെ നടുക്ക് തന്നെയാണ്. ഹലോ ഗായ്സ്, അപ്പം നമ്മളുടെ കോമൻറ്റ് സെറ്റ് ചെയ്ത രണ്ടാമത്തെ എയർബിഎൻബി കിട്ടിയത് സൂപ്പർ സ്പോട്ടാണ്. ഒരു ഡൗൺ നടുക്കാണ്. കയറി വരുമ്പോൾ സ്റ്റെപ്പൊക്കെയാണ്, അത് കഴിഞ്ഞിട്ട് സോ ഒരു അപ്പാർട്ട്മെൻറ്റാണ്. എന്താ സോഡ, ഓക്കെ, ഒരു അപ്പാർട്ട്മെൻറ്റാണ്. ആൻഡ് കയറി വരുമ്പം ഇതൊരു ബെഡ്റൂം. സോ നീറ്റ്. And this is another bedroom, attached bathroom. And then this is one other bathroom. This is the dining table. There is 2 dining table and one super cozy kitchen. Then this is the other bedroom with the attached bathroom. There is 2 bed. Yeah. So I will show you the bathroom. This one is the bathroom. And there is all the items of, like, if you want to make coffee, we can make the coffee. This place is something like freezing. It's outside. If you have to do the barbecue or do the party, you can do it here, but I don't think so we can do now. Then this is the hall, living room. It's so mind blowing. അങ്ങനെ ഉണ്ട് വേർഡ്. ആൻഡ് ഇതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് ഗൈസ്. ഹാപ്പി ഡബിൾ ഹാപ്പി. സ്റ്റാർട്ട് ചെയ്തോ? ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം മോർണിംഗ് ആയി. നമ്മൾ മോൺട്രിയലിലാണുള്ളത്. മട്ടീന്ന് ഒരു ബർഗറൊക്കെ ഓർഡർ ചെയ്തു, പക്ഷെ ഇതുവരെ കിട്ടിയില്ല. ചേട്ടൻ്റെ ചായ വന്നിട്ടുണ്ട്, അപ്പോൾ അത് ഹണി അവർ തന്നിട്ടുണ്ട്. നമ്മളതാണ് എടുത്തത്. അപ്പോൾ ഹണി ഒഴിച്ചിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നതാണ്. അങ്ങനെയല്ല, ഇതിൻ്റെ ഒഴിച്ചിട്ടാണ് ഓൾറെഡി കുടിക്കാമേ. അത് നമ്മളുടെ ഓർഡർ കട്ട്. ഓക്കെ, ഇതില്ലേ അതിൻ്റെ മറ്റന്നാളത്തില്ലേ
സൈഡിൽ വണ്ടി സൈഡ് മുമ്പിൽ ബോക്സ് ഇല്ലേ. സാധനം എനിക്ക് വലിയ ഇഷ്ടം, സോറി ചായ സാധനം എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ചേട്ടൻ ഓർഡർ ചെയ്തതാണ് നല്ല ടേസ്റ്റാണ്. നമ്മളിതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പായിരുന്നു. 8 പേരുള്ള കാരണം ഓൾമോസ്റ്റ് ഒരാൾക്ക് അറൗണ്ട് $300 അത്രയും വന്നിട്ടുള്ളൂ, എല്ലാ ചിലവും കൂടെ ഉൾപ്പെടെ. ആൻഡ് നമ്മൾ മിക്കയിടത്തും മഗ്ഡിയും ടിമ്മും ഒക്കെ ഉള്ള കാരണം വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മൾ നേരെ പള്ളിയിലേക്കാണ് പോയത്. ആൻഡ് ഇറ്റ്സ് എ റിയലി ബ്യൂട്ടിഫുൾ ചർച്ച്. അതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശില്പങ്ങളും ഒക്കെയാണ്. പള്ളിയിൽ പോവാണ്. പള്ളിയുടെ പേരറിയാമോ? മോൺട്രിയലിലുള്ളൊരു ഫേമസ് പള്ളിയാണ്. പേര് അതിൻ്റെ പുറത്ത് തൊട്ട് ക്യൂ ആണ്, ആൾക്കാർ കയറാൻ വേണ്ടി ക്യൂ ആണ്. സോ അത്രയും ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. കുറേ ആൾക്കാരുണ്ട്, ഭയങ്കര തിരക്കാണ്. ചർച്ചിൻ്റെ ഔട്ട് സൈഡിലൊക്കെ ഫുൾ ഡെക്കറേഷൻസ് ആണ്. എനിക്കൊന്ന് ക്രിസ്മസ് ഡെക്കറേഷൻസിൻ്റെ ഭാഗമായിട്ട് അവർ വെച്ചിരുന്നതെന്ന് തോന്നുന്നു. കുറേ സ്റ്റാർസ് അങ്ങനെയൊക്കെ എല്ലാം ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. എന്താണ്, തണുപ്പൊന്നുമില്ല താങ്കൾക്ക്? ജാക്കറ്റ് എന്താ ഇടാത്തെ? ആയിക്കോട്ടെ. കൊറേ തിരക്കാണ്. നമ്മൾ പറ്റുവാണെങ്കിലാണ് കയറുക, അറിയില്ല. സോ ദിസ് ക്യൂ, ലോങ് ക്യൂ ഉണ്ട്. ആൻഡ് നമ്മൾ ക്യൂ ഓൾമോസ്റ്റ് എൻഡ് ചെയ്യാറായി. നമ്മൾ അടുത്തെത്തി. ഇനി ടിക്കറ്റ് കൂടെ എടുത്തിട്ട് പള്ളിയുടെ ഉള്ളിൽ കയറാം നമുക്ക്. How many are you? 8. Okay, can I see the back of that ticket?
നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ഫോട്ടോ എടുക്കാന്നായിരുന്നു ഇവരെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്ന എന്തോ വിഷയം മാറ്റിയിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഞാൻ വീഡിയോ ആയിരുന്നു എടുത്തോണ്ടിരുന്നത്. ഞങ്ങൾ നേത്രനാം പള്ളിയുടെ മുമ്പിലാണ്. നോട്രഡാം ചർച്ചിന്റെ ഫ്രണ്ടിലാണ്. നോട്രഡാം പള്ളിയുടെ മുമ്പിലാണ്. ഹായ് ഗൈസ്. പ്രാർത്ഥിച്ചോ? യെസ്. എന്താ പ്രാർത്ഥിച്ചേ? അത് പറയണ്ടല്ലോ. സോ നമ്മൾ ചർച്ച് വിസിറ്റ് ചെയ്തു കഴിഞ്ഞു. ആൻഡ് ഇനി നമ്മൾ എവിടെ പോവാ? ടിൻഡോ, ഇനി നമ്മൾ എവിടെയാ പോകുന്നത്? മോൺട്രിയൽ അല്ലേ? എവിടെ? മോൺട്രോയൽ. അവിടെ എന്താ? സോ ഇനി നമ്മൾ മോൺട്രോയലാണ് പോകുന്നത്. അവിടെ സിറ്റി വ്യൂ ഫുൾ കാണാം. അങ്ങനെ ചേട്ടനെന്താ പ്രദേശപ്പെട്ടിരിക്കുന്നത്? അല്ല ഞാൻ. സോ ചർച്ചിൽ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുക, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ ഒരു സ്പെഷ്യൽ റൂമുണ്ട്, അവിടെ ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ ഫോട്ടോ ഒന്നും അലോഡല്ല. ഓക്കെ, സോ ബൈ. നെക്സ്റ്റിൽ വീഡിയോ എടുക്കാം. അവിടെ പോകും. വണ്ടിയിൽ കയറുമ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളത് മാറ്റി. അതൊരു ടാസ്ക്കാണ്. പുറത്തിറങ്ങുമ്പോഴും ഇതെല്ലാം ഇടണം, കോട്ടും തൊപ്പിയും നെക്ക് വാമറും. ആൻഡ് വണ്ടി കയറുമ്പം അതെല്ലാം. എനിക്കാണെങ്കിൽ ഭയങ്കര തൊണ്ടവേദന ആൻഡ് ജലദോഷമാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാനിതെല്ലാം തണുപ്പുള്ള സ്ഥലത്ത് വന്നത് ആൻഡ് വീഡിയോ എടുക്കുന്നത്. പള്ളി ഇഷ്ടമായല്ലേ? ഇതെന്താ സാധനം? ഇതെന്താ സ്ഥലം? വാവ്. ഇനി 20 മിനിറ്റ് തണല. സോറി, തണല. 20 മിനിറ്റോ? So we are going through tunnel, right? നമ്മള് മോൺട്രിയലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ കരുതി നേരെ ഇനി ക്യൂബക്കിലേക്ക് വിടാമെന്ന് കരുതി. സോ നമ്മൾ ക്യൂബക്കിലേക്ക് പോവാണ് സ്ട്രെയിറ്റ്. അത് കഴിഞ്ഞിട്ട് ക്യൂബക്കിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. ആൻഡ് ദെൻ അവിടെ സ്റ്റേ ഉണ്ട്. ആൻഡ് ദെൻ തിരിച്ചെന്തായാലും ലണ്ടനിൽ പോകുമ്പോൾ മോൺട്രിയൽ വഴിയാണ് പോകുന്നത്. ആൻഡ് തിരിച്ചെന്തായാലും പോകുമ്പം മോൺട്രിയൽ വഴിയാണ് പോകുന്നത്. അപ്പം നമ്മൾക്ക് മോൺട്രിയൽ ഫുൾ വിസിറ്റ് ചെയ്യാം. ഞാൻ സംസാരിക്കുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ സംസാരിക്കാം. ഏത് ബ്രിഡ്ജ്? നമ്മൾ കാണുന്നൊന്നും ക്യാമറ വലിയ കാര്യമായിട്ട് കിട്ടുന്നില്ല ഗൈസ്. ആ ബ്രിഡ്ജ് ഉണ്ടോ? അത് US ബോർഡറാണ്. ഞാൻ നേരത്തെ കാണിച്ച ആ ബ്രിഡ്ജില്ലേ, നമ്മളിപ്പോൾ അതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ആക്ച്വലി അത് US ബോർഡറാണെന്ന് തോന്നുന്നു. നമ്മളറിയാതെ എന്തോ കയറിപ്പോയതാ. ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ അതുവഴിയാണ് കാണിച്ചത്. പക്ഷേ നമ്മൾ US പോകാൻ ആർക്കും പൈസ ഇല്ലല്ലോ, അലോഡല്ല. നമ്മളിനി എന്തപ്പം പാലത്തിൽ കയറിപ്പോയി. ഇനി പാലത് കുറേ മീറ്റർ കണക്കിനുണ്ട്. അതെന്തായാലും അവിടെ അറ്റത്തെ നട്ട് ഇനി തിരിഞ്ഞ് വരണം എന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, കുഴപ്പമില്ല. അതായത് പാലത്തിൽ കയറിയിട്ട് റൈറ്റിലേക്ക് ന്യൂയോർക്കും ലെഫ്റ്റിലേക്ക് ക്യൂബക്കും. അപ്പൊ നമ്മള് കറക്റ്റ് ആണ്. സോ അങ്ങോട്ടേക്ക് പോയാ ന്യൂയോർക്ക് എക്സിറ്റ് ബോർഡറാണ്. നമ്മളിപ്പം എന്തായാലും ക്യൂബക്കിലേക്ക് പോണേ. സോ നോ പ്രോബ്ലം, ബൈ.
നമ്മുടെ മിഥുൻ ബ്രോ വണ്ടി ഏറ്റെടുത്തിരിക്കുന്നു. എന്താവും അറിയില്ല ഗൈസ്. പാലം വന്നപ്പോഴത്തേക്കും ഒരു വലിയ പാലം, നമ്മൾ രണ്ടും അപ്പുറം ഇപ്പുറം കൂടെ പാലം ഞങ്ങളുണ്ട്. ഇത് ഞാൻ ആക്ട് ചെയ്ത കേട്ടോ, എനിക്ക് ആരും എടുത്തരല്ലാത്തരണം. ഞാൻ വെറുതെ കൈയൊക്കെ പൊക്കി പിടിച്ച് അറിയാത്ത പോലെ ക്യാമറായിട്ട് വീഡിയോ എടുക്കാൻ നോക്കിയതാണ്. ഇങ്ങനെയുണ്ട് കാഴ്ചക്ക് കണ്ടിരിക്കുന്ന ഒരു ട്രാവൽ ചെയ്യുന്ന പോലെ. ആൻഡ് നമ്മൾ നെക്സ്റ്റ് പോയത് മോൺട്രിയൽ വാട്ടർഫാൾസിലേക്കാണ്. അതിൻ്റെ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഫുൾ സിറ്റി വ്യൂ കാണും. നമ്മളിപ്പം 5 o'clock ആകുമ്പോഴത്തേക്ക് ഏകദേശം ഇരുട്ടും. അപ്പം നമ്മൾ നൈറ്റ് വ്യൂ ആണ് കണ്ടത്. ഫുൾ തണുപ്പാണ്, പിന്നെ ക്യൂബിക്കിലേക്ക് പോകുന്ന വഴിയില്ല. അപ്പം നമ്മൾ അങ്ങനെ അത് ഞാൻ അതിൻ്റെ വീഡിയോ ആഡ് ചെയ്യാം. സോ നമ്മൾ എല്ലാം ഭയങ്കര തണുപ്പാ എനിക്ക് പ്രത്യേകിച്ച്. സോ നമ്മളെല്ലാം ഇട്ടു, എന്നിട്ട് നമ്മൾ വാട്ടർഫോൾ കാണാൻ പോവാണ്. ഹായ് ഗായ്സ്, നമ്മൾ ദുബൈ കണ്ട വാട്ടർഫോളിന്റെ താഴെ നമ്മളെത്തി. ആക്ച്വലി ഇത് പകലിലായിരുന്നു നല്ല ഭംഗി. Guys, so I'm planning to end up my vlog today, and in my next vlog, New Year celebration in the Quebec City. It was so beautiful, so get ready to watch.